പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം 2ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ബിനു ജോൺ, കൊല്ലം ജില്ലയിലെ ഉമ്മന്നൂർ സെന്റ് ജോൺസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി വിഭാഗം വൊക്കേഷണൽ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 3 സോളാർ PV സിസ്റ്റം ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന ചാപ്റ്ററിലെ കമ്പോണൻസ് ഓഫ് എ സോളാർ PV സിസ്റ്റം എന്ന ഭാഗം മുതലാണ്. ഒരു സിമ്പിൾ PV ഇൻസ്റ്റലേഷൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു സോളാർ PV സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ. ഒരു സോളാർ PV സിസ്റ്റത്തിൽ പ്രധാനമായും 5 ഘടകങ്ങളാണ് ഉള്ളത്. 1. PV മോഡ്യൂൾ. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി PV മോഡ്യൂൾ ഉപയോഗിക്കുന്നു. 2. ബാറ്ററി. രാത്രികാല ഉപയോഗങ്ങൾക്കും സൂര്യപ്രകാശം ലഭിക്കാത്ത സമയങ്ങൾക്കും വൈദ്യുതി ഉപയോഗം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വേണ്ടിവരുന്ന സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നതിനായി വൈദ്യുതി സംഭരിച്ചു വയ്ക്കുവാനായി ബാറ്ററി ഉപയോഗിക്കുന്നു. ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റത്തിൽ ബാറ്ററിയുടെ ആവശ്യം ഇല്ല. 3. ഇൻവെർട്ടർ. PV മോഡ്യൂളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന DCയെ AC-യിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി ഇൻവെർട്ടർ ഉപയോഗിക്കുന്നു. 4. ചാർജ് കൺട്രോളർ. ബാറ്ററിയെ ഓവർ ചാർജിൽ നിന്നും ഓവർ ഡിസ്ചാർജിൽ നിന്നും പരിരക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. 5. മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ അല്ലെങ്കിൽ MPPT. സോളാർ PV മോഡ്യൂളിൽ നിന്നും ലഭിക്കുന്ന പരമാവധി വൈദ്യുതി എക്സ്ട്രാക്റ്റ് ചെയ്യുവാനായി MPPT ഉപയോഗിക്കുന്നു. ഒരു സോളാർ PV സിസ്റ്റത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും സോളാർ പാനൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചാർജ് കൺട്രോളർ വഴി ബാറ്ററിയിൽ സംഭരിച്ച് വയ്ക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് DC ലോഡിലേക്ക് നേരിട്ടും AC ലോഡുകളിലേക്ക് ഇൻവെർട്ടർ വഴിയും സപ്ലൈ നൽകുന്നു. ചാർജ് കൺട്രോളേഴ്സ്. സൗരോർജം എന്നത് വിശ്വസിക്കാനാകാത്ത ഒരു ഊർജ സ്രോതസ്സാണ്. ഈ ഊർജ സ്രോതസ്സിന് സമയം അനുസരിച്ച് ലഭ്യതയിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. രാത്രികാലങ്ങളിലും ആകാശം മേഘാവൃതമായിരിക്കുമ്പോഴും ഇത് ലഭ്യമാകില്ല. അതിനാൽ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷനുകൾക്കായി PV സിസ്റ്റംസ് ഉപയോഗിക്കുമ്പോൾ ലോഡിൻ്റെ ബാലൻസ് പവർ ഡിമാൻഡ് നികത്തുന്നതിനായി ഒരു ബാക്കപ്പ് സംവിധാനം ആവശ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ബാക്കപ്പ് ഉറവിടമായി ബാറ്ററികൾ ഉപയോഗിക്കുന്നു. സിസ്റ്റത്തിൻ്റെ വില കുറയ്ക്കുന്നതിനായി ബാറ്ററിയുടെ റേറ്റിംഗുകൾ മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇവിടെ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 1. ലോഡ് ഡിമാൻഡിനേക്കാൾ ഔട്ട്പുട്ട് പവർ കുറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ ബാറ്ററി ലോഡിലേക്ക് ചാർജ് വിട്ടു നൽകുന്നു. 2. ലോഡ് ഡിമാൻഡിനേക്കാൾ ഔട്ട്പുട്ട് പവർ കൂടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ ബാറ്ററിയുടെ മികച്ച പ്രകടനവും അത്യന്താപേക്ഷിതമാണ്. ഈ മികച്ച പ്രകടനം ഉറപ്പാക്കുന്നതിനും ബാറ്ററി ലൈഫ് കൂട്ടുന്നതിനും ഓവർ ചാർജിങ്ങും ഡീപ്പ് ഡിസ്ചാർജിങ്ങും ഒഴിവാക്കുന്നതിനും ഒരു ഉപകരണം അത്യാവശ്യമാണ്. ഇതിനായി ചാർജ് കൺട്രോളറുകൾ ഉപയോഗിക്കുന്നു. ടൈപ്സ് ഓഫ് ചാർജ് കൺട്രോളേഴ്സ്. വിവിധ തരത്തിലുള്ള ചാർജ് കൺട്രോളറുകൾ. ചാർജ് കൺട്രോളറുകൾ പ്രധാനമായും 4 തരത്തിലാണ് ഉള്ളത്. 1. ഷണ്ട് ടൈപ്പ് ചാർജ് കൺട്രോളർ. ഒരു ഷണ്ട് ടൈപ്പ് ചാർജ് കൺട്രോളറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള ചാർജ് കൺട്രോളറുകളിൽ ഒരു സ്വിച്ച് S1
പി വി പാനലിൽ ഷണ്ട് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ബാറ്ററി വോൾട്ടേജ് ഓവർ വോൾട്ടേജ് ലിമിറ്റിൽ എത്തുമ്പോൾ ഓണാകും. ബ്ലോക്കിംഗ് ഡയോഡ് ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ടിനെ തടയുന്നു. സ്വിച്ച് S2 ബാറ്ററി ലോഡിൽ കൂടി ഡിസ്ചാർജ് ചെയ്യുവാൻ അനുവദിക്കുന്നു. ബാറ്ററി വോൾട്ടേജ് ത്രെഷോൾഡ് വാല്യൂവിൽ എത്തുമ്പോൾ സ്വിച്ച് S2 ഓഫ് ആവുകയും ബാറ്ററിയുടെ ഡീപ്പ് ഡിസ്ചാർജിനെ തടയുകയും ചെയ്യുന്നു. 2. സീരീസ് ടൈപ്പ് ചാർജ് കൺട്രോളർ. സീരീസ് ടൈപ്പ് ചാർജ് കൺട്രോളറിൽ ഒരു സ്വിച്ച് പി വി പാനലിൽ സീരീസായി കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ ഓവർ ചാർജ് ഒഴിവാക്കാനായി ഈ സ്വിച്ച് ടേൺ ഓഫ് ചെയ്യുന്നു. ഈ സ്വിച്ചിൽ ഉണ്ടാകുന്ന അധിക നഷ്ടമാണ് ഈ രീതിയുടെ പ്രധാനപ്പെട്ട പോരായ്മ. ഒരു ഷണ്ട് ടൈപ്പ് ചാർജ് കൺട്രോളറിൻ്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സീരീസ് ടൈപ്പ് ചാർജ് കൺട്രോളറിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. 3. DC to DC കൺവേർട്ടർ ടൈപ്പ് ചാർജ് കൺട്രോളർ. ഒരു പി വി അറയിൽ നിന്നും ലോഡിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് നിയന്ത്രിക്കുന്നതിനായി ബക്ക് അല്ലെങ്കിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ബക്ക് ബൂസ്റ്റ് ടൈപ്പ് DC to DC കൺവേർട്ടർ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നത് മൂലം സ്വിച്ചുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇല്ലാതാവുകയും പി വി സോഴ്സിൻ്റെ ഉപയോഗം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നു. 4. MPPT ചാർജ് കൺട്രോളേഴ്സ്. ഇവിടെ ബാറ്ററി കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ചാർജ് ചെയ്യുവാനായി പി വി അറേ ഓപ്പറേറ്റ് ചെയ്യുന്നത് പി വി ഔട്ട്പുട്ട് പവർ മാക്സിമം എത്തുന്ന പോയിന്റിലാണ്. പി വി അറേയുടെ എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് പവറും ചേഞ്ച് ചെയ്യുന്നു. പി വി അറേയിൽ നിന്നും മാക്സിമം പവർ ലഭിക്കുന്നതിനായി പി വി അറേയ്ക്കും ബാറ്ററിക്കും ഇടയിലാണ് കൺവേർട്ടർ ഉപയോഗിക്കുന്നത്. DC to DC കൺവേർട്ടേഴ്സ്. DC വോൾട്ടേജിൻ്റെ ഒരു ലെവൽ DC വോൾട്ടേജിൻ്റെ തന്നെ മറ്റൊരു ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായി DC to DC കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്നു. ഈ പരിവർത്തനം നടക്കുന്നത് സ്റ്റോറേജ് എലമെൻറ്റ്സ് ആയ കപ്പാസിറ്ററും ഇൻഡക്ടറും പവർ ഡിവൈസസ് ആയ ട്രാൻസിസ്റ്ററും ഡയോഡും അടങ്ങുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെയാണ്. ഈ കൺവെർട്ടറുകൾ പി വി സിസ്റ്റത്തിൽ ചാർജ് കൺട്രോളറിലും MPPTയിലും പി വി സോഴ്സിനെ വിവിധതരം ലോഡുകളുമായി ഇൻ്റർഫേസ് ചെയ്യുന്നതിനും ഒക്കെ പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ DC to DC കൺവെർട്ടറുകൾ നോയിസ് ഐസൊലേഷനും പവർ ബസ് റെഗുലേഷനും കറണ്ട് ബൂസ്റ്റിങ്ങിനും ഉപയോഗിക്കുന്നു. DC to DC കൺവെർട്ടറുകളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹൈയോ ലോയോ അല്ലെങ്കിൽ രണ്ടുമോ ആകാം. 3 അടിസ്ഥാന സെക്കൻഡ് ഓർഡർ DC to DC കൺവെർട്ടർ ടോപ്പോളജീസ് നിലവിലുണ്ട്. 1. ബക്ക് ടൈപ്പ് DC to DC കൺവെർട്ടർ. ഇത് ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായി ഉപയോഗിക്കുന്നു. 2. ബൂസ്റ്റ് ടൈപ്പ് DC to DC കൺവെർട്ടർ. ഇത് ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായി ഉപയോഗിക്കുന്നു. 3. ബക്ക് ബൂസ്റ്റ് ടൈപ്പ് DC to DC കൺവെർട്ടർ. ഇത് സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പും സാധ്യമാക്കുന്നു. DC to AC കൺവെർട്ടർ അല്ലെങ്കിൽ ഇൻവെർട്ടർ.
സോളാർ PV മോഡ്യൂൾ ഉൽപ്പാദിപ്പിക്കുന്നത് DC ആണ്. എന്നാൽ മിക്ക ഉപകരണങ്ങളും AC-യിൽ പ്രവർത്തിക്കുന്നവയാണ്. അതുകൊണ്ട് DC-യെ AC ആക്കി മാറ്റുവാൻ ഇൻവെർട്ടറുകൾ ആവശ്യമാണ്. ഇൻവെർട്ടറുകളെ പ്രധാനമായും സിംഗിൾ ഫേസ് എന്നും 3 ഫേസ് എന്നും തരംതിരിച്ചിരിക്കുന്നു. വീണ്ടും പ്രവർത്തന രീതി അനുസരിച്ച് 2 തരം ഇൻവെർട്ടറുകൾ ഉണ്ട്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ VSI-യും കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ CSI-യും. മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ അഥവാ MPPT. ഒരു സിസ്റ്റത്തിൽ ഒരു സോളാർ PV മോഡ്യൂൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നിർണ്ണയിക്കുന്നത് അതിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന ലോഡാണ്. ഒരു PV മോഡ്യൂളിൽ പതിക്കുന്ന സൗരവികിരണം ദിവസം മുഴുവൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ മോഡ്യൂളിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റും ദിവസം മുഴുവൻ മാറുന്നു. PV മോഡ്യൂളുകളുടെ പ്രവർത്തനത്തിൽ പരമാവധി വൈദ്യുതി കൈമാറ്റം ഉറപ്പുവരുത്തുന്നതിനായി PV സിസ്റ്റങ്ങളിൽ മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് അഥവാ MPPT എന്ന പ്രത്യേക രീതി ഉപയോഗിക്കുന്നു. ഇത് ഒരു അൽഗോരിതവും ഇലക്ട്രോണിക് സർക്യൂട്ടറിയും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. വോൾട്ടേജും കറൻറ്റും അളന്ന് സോളാർ മോഡ്യൂളിലെ പവർ കണക്കാക്കുന്നു. PV മോഡ്യൂളിൻ്റെ പവർ ഔട്ട്പുട്ടിന് അനുസരിച്ച് ലോഡ് ഇംപിഡൻസ് ക്രമീകരിക്കുന്ന സ്വിച്ചിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ ക്രമീകരിക്കുന്ന അൽഗോരിതം ഇൻപുട്ടാണ് ഈ പവർ. ക്ലാസിഫിക്കേഷൻ ഓഫ് PV സിസ്റ്റംസ്. PV സിസ്റ്റത്തിനെ പ്രധാനമായും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: സ്റ്റാൻഡ് അലോൺ PV സിസ്റ്റം ആൻഡ് ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റം. സ്റ്റാൻഡ് അലോൺ PV സിസ്റ്റം. സ്റ്റാൻഡ് അലോൺ PV സിസ്റ്റം എന്ന് വെച്ചാൽ പവർ ഗ്രിഡുമായി ബന്ധിപ്പിക്കാത്ത സിസ്റ്റമാണ്. ഇവിടെ വൈദ്യുതിയുടെ ഏക ഉറവിടം സോളാർ PV മോഡ്യൂളുകളിൽ നിന്ന് മാത്രമാണ്. പകൽ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന ലോഡുകൾക്കാണ് ഇത്തരത്തിലുള്ള PV സിസ്റ്റംസ് ഉപയോഗിക്കുന്നത്. ഒരു ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റത്തിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ PV മോഡ്യൂളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇൻവെർട്ടർ വഴി നേരെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റം. യൂട്ടിലിറ്റി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ PV സിസ്റ്റത്തെയാണ് ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഒരു ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റത്തിൽ സോളാർ പാനലുകൾ, ഒന്നോ അതിലധികമോ ഇൻവെർട്ടറുകൾ, പവർ കണ്ടീഷനിംഗ് യൂണിറ്റ്, ഗ്രിഡ് കണക്ഷൻ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ ചെറിയ റെസിഡൻഷ്യൽ, വാണിജ്യ മേൽക്കൂര സംവിധാനങ്ങൾ മുതൽ വലിയ യൂട്ടിലിറ്റി സ്കെയിൽ സൗരോർജ നിലയങ്ങൾ വരെ ഉൾപ്പെടുന്നു. 100 വാട്ടിന് മുകളിൽ ആവശ്യമുള്ളിടത്താണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ ഉപഭോക്താവും യൂട്ടിലിറ്റി കമ്പനിയും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ എഗ്രിമെൻറ്റിൽ കൂടി മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റം. ഒരു ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മേന്മകൾ ഇവയാണ്: ബാറ്ററി സിസ്റ്റം ആവശ്യമില്ലാത്തതിനാൽ ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുന്നത് താരതമ്യേന എളുപ്പമാണ്. സംഭരണ നഷ്ടങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന് ഉൽപ്പാദിപ്പിച്ച പവർ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ കഴിയുന്നു. ഒരു ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം അതിൻ്റെ ലൈഫ് സ്പാനിൽ കാർബൺ നെഗറ്റീവ് ആണ്. എല്ലായ്പ്പോഴും സൂര്യപ്രകാശം ഒരുപോലെ ലഭിക്കുകയില്ലെങ്കിലും ഏത് ഇൻസ്റ്റലേഷനും കാർബൺ ഉപഭോഗത്തിൽ ശരാശരി കുറവ് ഉറപ്പു നൽകുന്നു. ആപ്ലിക്കേഷൻസ് ഓഫ് സോളാർ PV സിസ്റ്റംസ്. ഇന്ന് സോളാർ PV സിസ്റ്റത്തിന് ധാരാളം ഉപയോഗങ്ങൾ ഉണ്ട്. ഇത് കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലസേചനത്തിന് ഊർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കാം.
ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മെഡിക്കൽ സപ്ലൈകൾ ശീതീകരിക്കുവാൻ ഉപയോഗിക്കാം. കൂടാതെ ഫോട്ടോവോൾട്ടായിക് പവർ സ്റ്റേഷനുകൾ, റൂഫ് ടോപ്പ് സോളാർ PV സിസ്റ്റങ്ങൾ, സ്റ്റാൻഡലോൺ PV സിസ്റ്റങ്ങൾ, സോളാർ ഹൈബ്രിഡ് PV സിസ്റ്റങ്ങൾ, സോളാർ വിമാനങ്ങൾ, സോളാർ വാഹനങ്ങൾ, കൂടാതെ ബഹിരാകാശ പേടകങ്ങളിലും സ്റ്റേഷനുകളിലും എല്ലാം ഇവ ഉപയോഗിക്കുന്നു. സോളാർ PV സിസ്റ്റം ഇൻസ്റ്റലേഷൻ. സോളാർ പാനൽ കണക്ഷൻ വൈദ്യുത ലോഡുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനാണ് PV സിസ്റ്റംസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു PV പാനൽ സൂര്യപ്രകാശമുള്ള സമയത്ത് മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ സൂര്യപ്രകാശം ലഭിക്കാത്ത സമയങ്ങളിൽ ലോഡിലേക്ക് പവർ നൽകുന്നതിനായി ചില എനർജി സ്റ്റോറേജ് ക്രമീകരണം ആവശ്യമാണ്. ഇതിന് സാധാരണയായി ബാറ്ററികൾ ആണ് ഉപയോഗിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ഇൻസ്റ്റലേഷൻ ആൻഡ് മെറ്റീരിയൽ യൂസേജ് പ്രൊസീജിയർ. ഇൻസ്റ്റലേഷനിൽ ആദ്യം ഉപഭോക്താവിൻ്റെ ആവശ്യകത മനസ്സിലാക്കുക. പിന്നീട് ഇൻസ്റ്റലേഷൻ സമയത്ത് ആവശ്യമായ എല്ലാ വസ്തുക്കളും ലഭ്യമാണെന്ന് ഉറപ്പാക്കുക. ഇൻസ്റ്റലേഷൻ പ്രാദേശിക കെട്ടിട നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മോഡ്യൂളിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് ബാറ്ററികൾ, ഇൻവെർട്ടറുകൾ മുതലായ വൈദ്യുത സ്രോതസ്സുകളിൽ നിന്ന് PV മോഡ്യൂളുകൾ വിച്ഛേദിച്ചെന്ന് ഉറപ്പുവരുത്തുക. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് മോഡ്യൂൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇൻസ്റ്റലേഷൻ സമയത്ത് തീപിടുത്തത്തിനെതിരെയും കൊറോഷനെതിരെയുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അസസിംഗ് മൗണ്ടിംഗ്. മൗണ്ടിങ്ങിൻ്റെ തരവും ആവശ്യമായ മറ്റ് അക്സസറികളും ആദ്യമായി വിലയിരുത്തുക. പരമാവധി വാർഷിക സൂര്യപ്രകാശം ആഗിരണം ചെയ്യുവാൻ സിസ്റ്റത്തിന് കഴിയുന്നതിന് പ്രദേശത്തിനനുസരിച്ച് PV മോഡ്യൂളിൻ്റെ ചരിവും ദിശയും വിലയിരുത്തുക. പരമാവധി ഊർജം ആഗിരണം ചെയ്യുന്നതിന് സൂര്യപ്രകാശം PV മോഡ്യൂളിന് ലംബമായി വീഴുന്നു എന്ന് ഉറപ്പുവരുത്തുക. പാനൽ സ്ഥാപിച്ചിരിക്കുന്നത് വർഷത്തിൽ ഒരു സമയത്തും നിഴൽ വീഴാത്ത സ്ഥലത്താണെന്ന് ഉറപ്പുവരുത്തുക. മൗണ്ടിങ് കാറ്റ്, മഴ മുതലായ പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുവാൻ ശക്തമാണെന്ന് ഉറപ്പുവരുത്തുക. മൗണ്ടിങ്ങിനായി എന്തെങ്കിലും പ്രത്യേക നിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മേൽക്കൂര ഇൻസ്റ്റലേഷനുകളിൽ ഇത് വളരെ കർശനമായി പാലിച്ചിരിക്കണം. മൗണ്ടിങ്ങിനായി അംഗീകൃത ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. ആവശ്യമുള്ള സ്ഥലത്ത് മൗണ്ടിംഗ് ഫിക്സ്ചർ ഉറപ്പിക്കുക. ഇൻസ്റ്റാളിംഗ് ദ പാനൽ. ആദ്യമായി സോളാർ പാനലിൻ്റെ പാക്കിംഗ് ശ്രദ്ധാപൂർവം നീക്കുക. മെറ്റീരിയലിന് കേടുപാടുകൾ വരുത്താതെ പാനലുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുവാൻ ശ്രദ്ധിക്കണം. മോഡ്യൂളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഷോക്കും പരിക്കുകളും ഒഴിവാക്കുവാൻ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും കയ്യുറകൾ പോലുള്ള രക്ഷാകവചങ്ങൾ ധരിക്കുകയും വേണം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഉൽപ്പാദനം ഒഴിവാക്കാനായി മോഡ്യൂൾ മങ്ങിയ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്യുവാനായി ശ്രദ്ധിക്കണം. ജംഗ്ഷൻ ബോക്സ് മൂടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇൻസ്റ്റലേഷൻ സമയത്ത് മോഡ്യൂളിൻ്റെ ഒരു ഭാഗവും വിച്ഛേദിക്കുകയോ അഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മോഡ്യൂളുകളുടെ ഫയർ റെസിസ്റ്റൻസിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. വൈദ്യുതി കണക്ഷനുകൾക്ക് വേണ്ടി അംഗീകൃത കേബിളുകളും പ്ലഗുകളും മാത്രമേ ഉപയോഗിക്കാവൂ. കമ്പനി നയം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടുകൾ ഒഴിവാക്കുവാൻ
സ്പെയർ ഫ്യൂസുകൾ ഇൻസ്റ്റോൾ ചെയ്യണം. മോഡ്യൂൾ ഫിക്സ്ചറിൽ ഘടിപ്പിക്കുന്നതിനായി മൗണ്ടിംഗ് റെയിലുകൾ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഉറപ്പിക്കണം. പാനലുകൾ നന്നായി ഉറച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടണം. സിസ്റ്റം കണക്ട് ചെയ്ത് പ്രവർത്തനം പരിശോധിക്കണം. നിശ്ചിത വോൾട്ടേജ് ലഭിക്കുന്നതിനായി ഒന്നിലധികം PV മോഡ്യൂളുകൾ കേബിളുകൾ ഉപയോഗിച്ച് യോജിപ്പിക്കാവുന്നതാണ്. ഡിസൈൻ അനുസരിച്ച് കണക്ഷനുകൾ സീരീസായോ പാരലലായോ കൊടുക്കാവുന്നതാണ്. പരമാവധി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുവാനായി റെക്കമെൻഡഡ് കേബിൾസ് മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഇൻസ്റ്റലേഷൻ അനുസരിച്ചുള്ള പരമാവധി സിസ്റ്റം വോൾട്ടേജ് പരിശോധിക്കുക. ഔട്ട്പുട്ട് ആവശ്യകത അനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് വേണ്ട എർത്തിങ് നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. കണക്ട് ചെയ്തതിന് ശേഷം പ്രവർത്തനം പരിശോധിക്കുക. സിസ്റ്റത്തിൻ്റെ പ്രവർത്തന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുകയും വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. സോളാർ PV ഓറിയൻറ്റേഷൻ. ഒരു സോളാർ ഫോട്ടോ വോൾട്ടായിക് മോഡ്യൂളിൽ സൂര്യകിരണങ്ങൾ അതിൻ്റെ ശരിയായ കോണിൽ പതിപ്പിക്കുമ്പോൾ മാത്രമേ പരമാവധി സൗരവികിരണം ശേഖരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൂര്യപ്രകാശത്തിൻ്റെ ദിശ മാറുന്നതനുസരിച്ചുള്ള ട്രാക്കിംഗ് മെക്കാനിസം വളരെ ചെലവേറിയതാണ്. അതിനാൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ പരമാവധി സൂര്യവികിരണം ലഭ്യമാക്കുന്ന രീതിയിൽ വേണം സ്ഥാപിക്കുവാൻ. സോളാർ ഫോട്ടോ വോൾട്ടായിക് മോഡ്യൂളുകൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ തെക്കിന് അഭിമുഖമായും സദേൺ ഹെമിസ്ഫിയറിൽ വടക്കിന് അഭിമുഖമായും ഉചിതമായ ടിൽറ്റിംഗ് ആംഗിളിലാണ് സ്ഥാപിക്കുന്നത്. സോളാർ PV ഓറിയൻറ്റേഷനിൽ അതിൻ്റെ സോളാർ പാനൽ സ്ഥാപിക്കുന്ന ആംഗിൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇന്ത്യയിൽ മറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ പോലെ സൗത്തിന് അഭിമുഖമായിട്ടാണ് പാനൽ സ്ഥാപിക്കുന്നത്. PV മൗണ്ടിംഗ്. ഒരു സോളാർ പാനൽ മൗണ്ട് ചെയ്യുവാൻ കെട്ടിടങ്ങളുടെ റൂഫാണ് ഏറ്റവും ഉചിതമായ സ്ഥലം. റൂഫ് സൗത്ത് ഫേസിംഗ് ആണെങ്കിൽ വളരെ അഭികാമ്യമാണ്. ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ആംഗിൾ മൗണ്ടിംഗ് ഉപയോഗിക്കാം. ഉചിതമായ റൂഫ് ഇല്ലെങ്കിൽ ഭിത്തിയിൽ വേണമെങ്കിലും ഉറപ്പിക്കാം. ഇതിന് നീളമേറിയതും മെലിഞ്ഞതുമായ പാനലുകളാണ് അഭികാമ്യം. മറ്റൊരു ഓപ്ഷൻ തറയിൽ ഉറപ്പിക്കുക എന്നതാണ്. ഇതിനായി കോൺക്രീറ്റിൽ ഉറപ്പിച്ച തൂണുകളോ കോൺക്രീറ്റ് സ്ലാബുകളോ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായി, വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് എ സോളാർ PV സിസ്റ്റം? ഒരു സോളാർ PV സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? രണ്ടാമത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജ് കൺട്രോളേഴ്സ്. വിവിധ തരം ചാർജ് കൺട്രോളറുകളെ പറ്റി വിവരിക്കുക. 3, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ MPPT മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ. മാക്സിമം പവർ പോയിന്റ് ട്രാക്കറിനെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. 4, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റം? ഒരു ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റത്തിന്റെ മേന്മകൾ എന്തെല്ലാം? 5, സ്റ്റെപ്സ് ഫോർ സോളാർ PV ഇൻസ്റ്റലേഷൻ. ഒരു സോളാർ PV ഇൻസ്റ്റലേഷന്റെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. അടുത്തത്, ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. 1, ഡിസൈൻ, അസംബിൾ ആൻഡ് ഇൻസ്റ്റാൾ എ സോളാർ PV സിസ്റ്റം. ഒരു ചെറിയ സോളാർ PV സിസ്റ്റം ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നോട്ട് ഡൗൺ ദ സ്പെസിഫിക്കേഷൻസ് ആൻഡ് കണക്ഷൻസ് ഓഫ് ആൻ അസംബിൾഡ് സോളാർ സിസ്റ്റം. ഏതെങ്കിലും ഒരു സോളാർ സിസ്റ്റം അസംബിൾ ചെയ്തിരിക്കുന്നത് സന്ദർശിച്ച് അതിന്റെ സ്പെസിഫിക്കേഷൻസും കണക്ഷൻസും ഒക്കെ നോക്കി മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.